നല്ലതാണ് കോൺഗ്രസ് എന്ന് കരുതുന്ന കേരളത്തിലെ ചില പുഴുക്കുത്തി സ്വഭാവമുള്ള കോൺഗ്രസ് നേതാക്കളോടാണ്. 10 കൊല്ലം ഗ്രൂപ്പ് കളികൾ കൊണ്ട് ഭരണം കളഞ്ഞത് മാത്രമല്ല, കേരളത്തിന്റെ വസന്തകാലങ്ങൾ കൂടിയാണ് നിങ്ങൾ ഇല്ലാതാക്കിയത്. ഈഗോയും തൻപോരിമയും നടത്താൻ ഇതൊന്നും നിങ്ങളുടെ കുടുംബസ്വത്തല്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് മല്ലപ്പള്ളിയുടെ ഇടംവലം തിരിയാൻ വിടാതെ കേന്ദ്രത്തിൽ പോയി അന്നത്തെ ഗ്രൂപ്പ് നേതാക്കൾ പല പേരുകൾ വെട്ടിമാറ്റിയും ചിലതിനു വേണ്ടി വാശി പിടിച്ചും എന്തുണ്ടായി ഫലം? ഏറ്റവും നല്ല സ്ഥാനാർത്ഥി പട്ടിക തന്നെ പുറത്തുവിട്ടിട്ടും 91 സീറ്റിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് എത്ര സീറ്റ് നേടി? തെരഞ്ഞെടുപ്പ് വരെ നിങ്ങൾക്ക് തോന്നിയതുപോലെ നടന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വന്ന് ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകുമെന്ന് പറഞ്ഞാൽ പോയി പണി നോക്കടോ എന്ന് ജനം പറയുമെന്ന് നിങ്ങൾ പഠിച്ചില്ലേ? ഉമ്മൻചാണ്ടി 2.5 കൊല്ലം, ചെന്നിത്തല 2.5 കൊല്ലം എന്നൊക്കെ മാധ്യമ വാർത്തകൾ കാണുമ്പോൾ പണി കളഞ്ഞ് പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്നവന്റെ ബൂത്തിൽ പ്രവർത്തിക്കുന്നവന്റെ വോട്ട് ചെയ്യാൻ പോകുന്നവന്റെ മനോവീര്യത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നിങ്ങൾ പഠിച്ചില്ലേ? ഇനി മാധ്യമങ്ങൾ പടച്ചുണ്ടാക്കുന്ന വാർത്തകളാണെങ്കിൽ നേതാക്കൾ ഒരുമിച്ച് വന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയാൽ അണികൾക്ക് അത് നൽകുന്ന ആത്മവിശ്വാസം വലുതാണ്. അർഹതയില്ലാത്ത പണിയെടുക്കാത്ത നേതാക്കളാണ് ചില വാർത്തകൾ പുറത്തുവിടുന്നത്. അവരെയൊക്കെ ഓടിച്ചിട്ട് തല്ലുന്ന ഒരു യുവജന വിഭാഗം വന്നില്ല എങ്കിൽ കോൺഗ്രസ് അണികളില്ലാത്ത പാർട്ടിയായി കേരളത്തിൽ മാറും. മുസ്ലിം ലീഗ് പോലെയുള്ള ശക്തമായ സംഘടനാ സംവിധാനമുള്ള ഈ പാർട്ടിക്ക് വരെ നിങ്ങളുടെ വൃത്തികെട്ട കളികളിൽ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. കേരളത്തിന് 10 പൈസയുടെ ഉപകാരമില്ലാത്ത CPM പാർട്ടിക്ക് 10 കൊല്ലം ഭരണം നൽകി അട്ടത്ത് നോക്കിയിരിക്കുന്നതിലും നന്നായിരുന്നില്ലേ ഒന്നിച്ചു നിന്ന് 10 കൊല്ലം പങ്കിട്ട് ഭരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ? 2025 തന്നെ 91 കൈപ്പത്തി സ്ഥാനാർത്ഥികളെ കണ്ടെത്തി പണിയെടുത്ത് ABC കാറ്റഗറി ചെയ്ത് മണ്ഡലങ്ങളെ ശ്രദ്ധിച്ച് മുന്നേറിയാൽ ചരിത്രം സംഭവിക്കും. ആ ചരിത്രത്തിന്റെ ഭാഗമാകാൻ ഇനിയെങ്കിലും ശ്രമിക്കൂ നേതാക്കളെ. കേരളം കണ്ട ഏറ്റവും നല്ല ഭരണത്തിന് തുടർ ഭരണം തകർക്കാൻ പണിയെടുത്ത നേതാക്കളെ നിങ്ങളെപ്പോലെയുള്ളവർക്ക് ഇരുന്ന് ചിന്തിക്കാൻ അടുത്ത 30 വർഷം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് തുടർച്ചയായി മുന്നോട്ട് കുതിക്കാൻ കിട്ടിയ ഊർജമായി പിണറായി വിജയന്റെ ഈ 2 ഭരണകാലഘട്ടങ്ങൾ കണ്ടാൽ മതി. ഒന്നിച്ചു നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നിങ്ങൾക്കിട്ട് കൊള്ളും, അത്ര തന്നെ. കോൺഗ്രസിനെ ജനങ്ങൾക്ക് വേണം, അത് നാടിന് വേണ്ടിയാണ്. നേതാക്കളെ കോൺഗ്രസിന് നിങ്ങളെയല്ല, നിങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിയെയാണ് ആവശ്യം.